നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. ഓരോ ദിവസവും ജീവിപ്പാൻ ആവശ്യമായ ദൈവകൃപ കർത്താവ് നൽകുകയാണ്. ജീവനും ഭക്തിക്കും ആവശ്യമുള്ളതൊക്കെയും കർത്താവ് തന്ന് സ്നേഹക്കൊടുക്കീഴിൽ നമ്മെ കാത്തു പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ കൃപകൾ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം. അവനോട്, നിന്റെ സഹോദരൻ വന്നു, നിന്റെ അപ്പൻ അവനെ സൗഖ്യത്തോടെ കിട്ടിയതുകൊണ്ട് തടുപ്പിച്ച കാളക്കുട്ടിയെ അറുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ കോപിച്ചു, അകത്ത് കിടപ്പാൻ മനസ്സില്ലാതെ നിന്നു. അപ്പൻ പുറത്തു വന്നവനോട് അപേക്ഷിച്ചു. വളരെ ലോകപ്രശസ്തമായ യേശുക്രിസ്തു പറഞ്ഞതായ ഒരു ഉപമ, നഷ്ടപ്പെട്ടതായ മകൻ്റെ, മുടിയംപുത്രൻ എന്ന പേരിൽ നാം വിളിക്കുന്ന ആ ഉപമ, നഷ്ടപ്പെട്ടതായ മകനെക്കുറിച്ചുള്ളതായ ഉപമ യേശു കർത്താവാണ് പറഞ്ഞത്. അത് പറയാനുള്ളതായ കാരണം ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ യേശുക്രിസ്തു ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതൻ എന്ന് പറഞ്ഞുകൊണ്ട് പരീശന്മാരും ശാസ്ത്രിമാരും പിറുപിറുക്കുവാനായിട്ടിടയായി. ചുങ്കക്കാരെയും പാപികളെയും പരീശന്മാരൊരിക്കലും അംഗീകരിച്ചിരുന്നില്ല. എന്നാൽ നഷ്ടപ്പെട്ട വ്യക്തി മടങ്ങി വരുമ്പോൾ ആ വ്യക്തിയെ ചൊല്ലി സന്തോഷിക്കുന്ന ദൈവത്തെയും ദൈവദൂതന്മാരെയും നമുക്ക് ഈ ഭാഗങ്ങളിൽ കാണുവാൻ കഴിയും. ഒരു മനുഷ്യന് 100 ആടുണ്ടായിരുന്നു, അതിലൊന്ന് കാണാതെ പോയി. ആ കാണാതെ പോയതിനു വേണ്ടി വലിയ പ്രാധാന്യത്തോടുകൂടെ അന്വേഷിച്ചിറങ്ങുന്നതായ ഇടയൻ കണ്ടുകിട്ടുമ്പോൾ സന്തോഷിക്കുന്നു. ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ ഉണ്ടായിരുന്നു, അതിലൊന്ന് നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ടത് തിരികെ ലഭിക്കുമ്പോൾ എല്ലാവരെയും വിളിച്ച് അവൾ സന്തോഷിക്കുന്നു. ഒരു പിതാവിന് 2 മക്കൾ, അതിലൊരുവൻ അപ്പനോട് വസ്തുവകകൾ എല്ലാം വാങ്ങി അത് വിറ്റുപെറുക്കി അവൻ ദൂരദേശത്തേക്ക് കടന്നുപോയി. അവിടെ പിതാവായ ദൈവത്തിന് നിഴലാണ് അപ്പനെന്ന് പറയുന്നത്. നഷ്ടപ്പെട്ട പാപികളായ മനുഷ്യർക്ക് നിഴലാണ് ആ ഇളയ മകനെന്ന് പറയുന്നത്. ആ ഇളയ മകൻ വിദൂരതയിലേക്ക് കടന്നുപോയി. അവൻ ചെന്ന ദേശത്ത് ക്ഷാമമുണ്ടായപ്പോൾ ദേശത്തെ പൗരന്മാരിൽ ഒരുവനിൽ അവൻ ചെന്ന് ആശ്രയിക്കുകയാണ്. ആശ്രയിച്ചപ്പോൾ അവന് കിട്ടിയ ജോലി എന്ന് പറയുന്നത് ഏറ്റവും അധമമായിട്ടുള്ളതായ ജോലിയാണ്. യഹൂദന് നിഷിദ്ധമാണ് പന്നിയെ തീറ്റുക എന്നുള്ളത്. പന്നിയെ മേയ്ക്കാനുള്ള ജോലി അവന് കിട്ടി. പന്നി തിന്നുന്ന വാളവര തിന്നാൻ അവൻ ആഗ്രഹിച്ചിട്ട് അതവന് കിട്ടിയില്ല. അപ്പോൾ അവന് സുബോധം വന്നു. അവൻ പോയ ഇടം അങ്ങ് ശുഭത ലഭിച്ചിരുന്നെങ്കിൽ, ശുഭമായിരുന്നെങ്കിൽ അവന് സുബോധം വരികയില്ലായിരുന്നു. അവന് സുബോധം വന്നു എന്ന് പറഞ്ഞാൽ അവൻ അവനിലേക്ക് മടങ്ങി വരികയാണ്. എന്താണ് അവൻ അവനിലേക്ക് മടങ്ങി വന്നു എന്ന് പറഞ്ഞാൽ, അവന് സുബോധം വന്നതായ വേളയിൽ അവനോട് തന്നെ പറയുകയാണ്, എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിക്കുന്നു. അവനോട് തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിൽ ചില കാര്യങ്ങൾ നിശ്ചയിച്ച് അപ്പൻ്റെ ഭവനത്തിലേക്ക് അവൻ കടന്നു വരികയാണ്. അപ്പ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു. തെറ്റു മനസ്സിലാക്കി അത് ഏറ്റുപറയുന്ന മനോഭാവത്തോടുകൂടെ അവൻ മടങ്ങി വരുമ്പോൾ ദൂരത്ത് നിന്ന് അപ്പൻ അവനെ കണ്ടു. അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞു. അവനെ സ്വീകരിക്കുന്നു, മേത്തരമായ അങ്കി ധരിപ്പിക്കുന്നു. വീട്ടിൽ വലിയ ആനന്ദമാണ്. എന്നാൽ മൂത്ത മകൻ വയലിൽ നിന്ന് ഈ സമയത്ത് കടന്നു വരികയാണ്. ഈ വയലിൽ നിന്ന് കടന്നു വരുന്നതായ വേളയിൽ വീട്ടിലെ നൃത്തവും ആനന്ദഘോഷവും കേട്ടിട്ട് വീട്ടിൽ നടക്കുന്നതായ കാര്യം എന്താണെന്നറിയാൻ ഒരു ബാല്യക്കാരനെ വിളിക്കുകയാണ്. ഈ ഇളയ മകൻ ദൂരദേശത്താണ് നഷ്ടപ്പെട്ട് കിടക്കുന്നതെങ്കിൽ മൂത്ത മകൻ വീട്ടിനകത്താണെങ്കിലും അവനും നഷ്ടപ്പെട്ടവനാണ്. എന്താ കാരണം? അപ്പൻ്റെ സ്വഭാവത്തോട് ഇതുവരെയും അവൻ അനുരൂപനായി തീർന്നിട്ടില്ല. അപ്പൻ്റെ സ്വഭാവം എന്താ? അപ്പൻ്റെ സ്വഭാവത്തിലെ ഏറ്റവും പ്രത്യേകത മനസ്സലിവ് എന്നുള്ളതാണ്. ഇത്ര വർഷമായി ഞാൻ നിന്നെ സേവിക്കുന്നു, നിൻ്റെ കൽപ്പനകളൊന്നും ഞാൻ ലംഘിച്ചിട്ടില്ല എന്ന് ഈ മൂത്ത മകൻ പറയുന്നുണ്ട് അപ്പനോട്. അപ്പോൾ കാലക്കണക്കുകൾ അവൻ പറയുന്നു, വർഷങ്ങളായി അപ്പനെ അവൻ സേവിക്കുന്നു. എന്നാൽ അപ്പൻ്റെ സ്വഭാവം അവനുണ്ടായിട്ടുണ്ടോ? ഇതുപോലെയാണ് പല ക്രൈസ്തവരും. ദീർഘനാളുകളായി കർത്താവിനെ സേവിക്കുന്നു, സ്നേഹിക്കുന്നു, മറ്റാരെക്കാട്ടിലും അധികം ഞാൻ ദൈവത്തിൻ്റെ കൽപ്പനകളൊന്നും ലംഘിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ
ദൈവത്തിൻ്റെ സ്വഭാവത്തോട് അനുരൂപരായി തീരുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. കർത്താവ് ക്ഷമിക്കുന്നത് പോലെ ക്ഷമിക്കാനോ, കർത്താവ് മറക്കുന്നത് പോലെ മറക്കാനോ, കർത്താവ് മറ്റുള്ളവരെ അംഗീകരിക്കുന്നത് പോലെ അംഗീകരിക്കുവാനോ കഴിയാത്ത മനോഭാവം അവരും നഷ്ടപ്പെട്ട് കിടക്കുന്നവരാണ്. ഒരുപക്ഷെ അവർ ദൂരെ ആയിരിക്കത്തില്ല, സഭയ്ക്കകത്ത് തന്നെ അവർ നഷ്ടപ്പെട്ട് കിടക്കുകയാണ്. ഇത്തരം മനോഭാവമുള്ള അനവധി ചേട്ടന്മാർ സഭയ്ക്കകത്തുണ്ട്. എന്താണ്? ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപരായി തീരാത്തതായ വ്യക്തികൾ. അപ്പൻ്റെ വാക്കുകൾ എന്താണ്? അപ്പൻ ഈ ജ്യേഷ്ഠനോട് കടന്നു വന്ന് അകത്ത് കിടക്കുവാൻ ഇവന് മനസ്സില്ല. അവൻ പുറത്തു നിൽക്കുകയാണ്, അവൻ കോപിക്കുകയാണ്. അപ്പോൾ അപ്പനോടുകൂടെ ആണെങ്കിൽ പോലും അവന് കോപസ്വഭാവമുണ്ട്. പെട്ടെന്ന് അവൻ കോപിക്കുകയാണ്. ചിലർ പറയും ഞങ്ങളുടെ വീട്ടിൽ ആരും വരാറില്ല, ആരും സന്ദർശിക്കാറില്ല. എന്നാൽ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അടുത്തിടപെടുന്നതായ വ്യക്തികൾക്ക് പോലും സമീപിച്ച് ശാന്തമായും സൗമ്യമായും ചില കാര്യങ്ങൾ പറയാനോ ഇടപെടാനോ കഴിയാത്ത നിലയിൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന കോപസ്വഭാവമുള്ളതായ വ്യക്തികൾ. നാബാൽ അങ്ങനെയായിരുന്നു. വീട്ടിലുള്ളതായ ആർക്കും തന്നെ, അവൻ്റെ സേവകർക്കോ ഇടയന്മാർക്കോ പോലും നാബാലിനോട് അടുത്തിടപെടുവാൻ കഴിയില്ല. കാരണം നിഷ്ഠൂരനും ദുഷ്കർമ്മിയുമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവിനോടുകൂടെ ഇത്ര നാളായി വസിക്കുന്നു എന്ന് അഭിമാനിക്കുന്ന നമ്മൾ, മറ്റുള്ളവരെക്കാൾ ഞാൻ മെച്ചമാണെന്ന് ധരിക്കുന്ന നമ്മൾ, നമ്മുടെ സ്വഭാവം എങ്ങനെയുണ്ട് എന്ന് പരിശോധിക്കുവാനായിട്ടിടയാകണം. അപ്പനെ പോലെ മനസ്സലിവുണ്ടോ? അപ്പനെ പോലെ ക്ഷമിക്കുന്ന ഹൃദയമുണ്ടോ? അപ്പന് ആ സ്വരൂപത്തോട് അനുരൂപരായി തീരുവാനായിട്ട് കഴിയുന്നുണ്ടോ? 40 വർഷം ദൈവം ഇസ്രായേൽ ജനത്തെ സഹിച്ചു. അവരുടെ സ്വഭാവം ദൈവം സഹിച്ചു എന്നാണ് വായിക്കുന്നത്. പരുക്കൻ സ്വഭാവങ്ങൾ ജീവിതത്തിലുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ അത് കണ്ടുപിടിച്ച്, മറ്റാർക്കും അത് കണ്ടുപിടിക്കാൻ കഴിയില്ല, സ്വയം കണ്ടുപിടിച്ച് ക്രമീകരണം പ്രാപിച്ച് വീട്ടിൽ നഷ്ടപ്പെട്ട് കിടക്കുന്ന ജ്യേഷ്ഠനെ പോലാകാതെ ദൈവത്തോട് അനുരൂപരായി ജീവിക്കുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.